ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൂഫി അൾട്രാ ഗെയിംസിൻ്റെ പുതിയ വീട്ടിലോട്ട് ഇല്ല ഉത്സവം. ഗൈസ്, നമ്മളിന്നുണ്ടല്ലേ ഒരു ക്രാഷ് ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്. ചെറിയ വീഡിയോ ആണ്. നമ്മളിന്നൊരു ചെറിയ ക്രാഷ് ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്. അത് മഹേന്ദ്ര താർ വേഴ്സസ് ലെജൻഡർ ഫോർച്യൂണർ. ഓക്കെ, മഹേന്ദ്ര താർ വേഴ്സസ് ലെജൻഡർ ഫോർച്യൂണറാണ് നമ്മൾ. ഞാൻ കുറച്ച് നേരം ഇപ്പം മഹേന്ദ്ര താറോക്സിൻ്റെയും ഇതിൻ്റെയും ക്രാഷ് ടെസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നേരെ നമ്മുടെ ഫോർച്യൂണറും കൊണ്ട് നമുക്ക് സ്ഥലത്തോട്ട് നമ്മുടെ ആ ക്രാഷ് ടെസ്റ്റ് അങ്ങോട്ട് നോക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഫോർച്യൂണറിന് ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഇന്നാണ് ടെസ്റ്റുള്ള സമയം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നുമില്ല കേസ്, നമ്മൾ ലൂപ്പ് ചാടിക്കാൻ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കൊണ്ടല്ല കുണ്ടം ചാടിക്കാം. ചാടിക്കോ. ബാക്കിറങ്ങ. നമുക്ക് സ്പീഡിൽ കൊണ്ട് അടിക്കാം. മതി. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വിളിയിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡ്. കുറച്ച്. ഓയ് ചൊറ. എൻ്റെ അളിയോ. ഫോർച്യൂണർ പൊളി. ഇത് നമുക്ക് മറ്റേ ആർസില്ല സംഭവത്തെ കൂടെ കൊണ്ട് ചാടിക്കാം. വണ്ടിയുടെ ഓറക്കതാ വളർന്നു പോയി ചേട്ടാ. നമുക്കില്ല, ഡിഫൻഡറിനെ പോയി ഇടിച്ചു നോക്കാം. ഡ്രിഫ്റ്റിംഗ് ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. അയ്യേ, എന്തൊരു വണ്ടിടാ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ വണ്ടിയിലെ ഫുൾ ടെസ്റ്റ് നമുക്ക് നോക്കാം. ഇത് വെയിറ്റ്. ഈ വണ്ടിക്ക് എത്ര ഹാർഡ് ജമ്പ് ആണ് നോക്കാം. പോയാ വണ്ടിയിലെ ബോണറ്റുകളെ പോയി. വണ്ടിയിലെ ബോണറ്റ് പോയി. വണ്ടി സൈഡിൽ സ്റ്റെയറിംഗാണ് നിൽക്കുന്നത്. നമ്മൾ ഈ മഹേന്ദ്ര താർ ചെയ്ത ടെസ്റ്റാണ് നമ്മൾ ഈ വണ്ടിയും ചെയ്യണം. വണ്ടിക്ക് അധികം വീട് നമുക്ക് ആ ബിൽഡിംഗ് നിൽപ്പിച്ച് പോകാൻ നോക്കാം. ഇത് പോട്ടാ. നേരെ ഇടിക്കട്ടെ. ഫോർച്യൂണറിന് ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഇത്തിരി പോലും കവർന്ന് ചാടിക്കാൻ വീട്ടിൽ എത്തിക്കാൻ പറ്റാ. ഡിഫൻഡ് ചെയ്യോ. സമയം കുറവാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. സ്പീഡ് കൂട്ട്. ഇവൻ ചെരിച്ചിടാം ഇങ്ങോട്ട്. വണ്ടിക്ക് ഇനി ഒന്നുമില്ല പറയാൻ. വണ്ടി ഫുൾ കണ്ടീഷൻ ആണ്, പക്ഷെ വണ്ടിയുടെ ഡോറിന് ഒരു കുഴപ്പമില്ല. നമുക്ക് നേരെ ഒന്ന് വീട്ടിൽ നിന്ന് ഇടിക്കാം. നേരെ പോട്ടെ. ഒരു ആശ്വാസം കൊടുക്കണില്ല. നേരെ പോയി ഇടിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ വണ്ടി ടെസ്റ്റിൽ ജയിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത്തിരി പോലും മാത്രമേ ഡോറ് പോയിട്ടുണ്ട്. അത് കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിന് RPG ടെസ്റ്റാണ് നോക്കാനുള്ളത്. RPG വെച്ചാൽ വണ്ടി പൊട്ടുമോ നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി RPG ടെസ്റ്റ് വെച്ച് നോക്കാം. ഓടി വണ്ടി നിങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഫോർച്യൂണർ ടെസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളെ മഹേന്ദ്ര താർ അവിടെ ഉണ്ടോ നമുക്ക് നോക്കണം. അതില്ലെങ്കിൽ നമുക്ക് ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ താർ അവിടെ ഉണ്ടോ? ഗൈസ്, നമ്മുടെ താർ അവിടെ തന്നെ ഉണ്ട്. ഉണ്ട്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടി അങ്ങ് ആർപ്പിച്ച് പൊട്ടിച്ചോളാം. പൊട്ടൊന്നും ഇല്ല, നമുക്ക് നോക്കാം, ഒരു വിഷയമില്ല. വണ്ടി പൊട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നമ്മളെ വണ്ടി ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ഡിഫൻഡറാണ് കേസ് ഞാൻ അങ്ങോട്ട് തുലച്ചത്. അതോടെ കിടപ്പുണ്ട്. ഈ ഡിഫൻഡർ പൊട്ടിത്തെറിക്കൊന്നും കൂടെ നോക്കാം ലാസ്റ്റ്. ഈ ഡിഫൻഡറിൻ്റെ ഇല്ല, നമുക്ക് മെയിനായിട്ട് നമ്മളെ അത് താർ റോക്സാണ് കേട്ടോ. വെറും താർ റോക്സ്. ഞാൻ കളറൊന്നും മാറ്റിയിട്ടുള്ള നേരെ കൊണ്ട് ആ പോലീസിനെ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്നു. എന്നിട്ട് ടെസ്റ്റിന് ഇറക്കുന്നു. ഈ വണ്ടി ടെസ്റ്റാണ് ഗൈസ്. ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നമ്മൾ ഈ വണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ഗൈസ് താറ് വിൾഡ് പൊട്ടിട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് ബാക്ക് എടുത്തിട്ട് ഒരു ഇടി പിടിച്ച് പോകാൻ നോക്കാം. ഫുൾ സ്പീഡ് കൊണ്ടിട്ട് പോട്ട് ഫുൾ സ്പീഡ്. വണ്ടി 4th ഗിയറിലുണ്ടാകണം. പോളന്നുണ്ട് ഇട്ടിടാ. ഫോർച്യൂണറിനുണ്ടായ അതേ സംഭവമാണെന്ന് തോന്നുന്നത് വണ്ടിക്കുണ്ടായി. വണ്ടിയുടെ സംഭവമൊക്കെ വെച്ച് തുടങ്ങി പോയിട്ടുണ്ട്. ഇന്നാലും കുഴപ്പമില്ല. കൊണ്ട് കയറ്റടാ വണ്ടി. വണ്ടിന്ന് പോയേക്കൊണ്ടല്ലേ, അതിൽ കൊണ്ടിട്ട് കയറ്റാം. 3, 2, 1. വണ്ടി കത്തിന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വണ്ടി ഉപയോഗിച്ച് തള്ളിയല്ലേ ശരിയാകും. ഇവിടെ നിന്ന് ഒരു വണ്ടി കൊണ്ട് നമുക്ക് ഇടിച്ച് ശരിയാകും. ഞാൻ ഇടിച്ച് ശരിയാക്കണ്ട ഗൈസ്. അതിൻ്റെ ഡ്രൈവറിനകത്ത് ഇരിക്കില്ലേ, നമുക്കൊരു കാണിച്ചാൽ നമുക്ക് ഡ്രൈവറിനെ ഇറക്കിയിട്ട് വണ്ടി തള്ളി വെക്കാം. അപ്പം ശരിയാവുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോകാം, വണ്ടി ശരിയാക്കാം. അവിടെ വണ്ടി ഇടിച്ച് പൊളന്നിട്ടും വണ്ടിക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ വണ്ടിയുടെ ഫോർച്യൂണറിൻ്റെ പക്ഷേ ഡോർ നടന്ന് പോയില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇതിൻ്റെ ഒരു ഡോറ് പോയി. പക്ഷേ ബാക്കിലത്തെ ഫ്രണ്ടിലെ ബോണ്ടിൽ കുഴപ്പമില്ല, ഒരു സൈഡിലെ ഡോർ മാത്രമേ പോയി. അപ്പം നമ്മൾ ഫോർച്യൂണർ ആദ്യത്തെ ടെസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ടെസ്റ്റ് വണ്ടിയെ കൊണ്ട് റാമ്പ് ചാടിക്കണം. ഈ ലൂപ്പും കിടന്ന് നമ്മൾ കറക്റ്റ്. എൻ്റെ ഗൈസ് ആ വണ്ടി ഒരു രക്ഷയില്ല. അവിടെ ഫോർച്യൂണർ ഇതിൻ്റെ കളായിട്ട് ചാടിയില്ല. എൻ്റെ ഗൈസ്, എൻ്റെ ഗൈസ് വണ്ടി പൊളിച്ച്. ഞാൻ വണ്ടി ഇങ്ങനെ ഇറക്കും. ഹലോ ഗൈസ്, ഒരു വണ്ടി തള്ളിയാലും ഇട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഗൈസ് ഒരു വണ്ടി ഉണ്ടെന്നേ ഞാൻ ഈ വണ്ടി ഒന്നിട്ട് നോക്കട്ടു. ഇല്ലെങ്കിൽ വണ്ടി നോക്കിയില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു വണ്ടി വരും. നമുക്ക് കാണിച്ചാൽ നമുക്ക് മൊബൈൽ വെച്ചിട്ട് നമുക്ക് മറ്റേ 11 വിളിച്ചാലേ. മറ്റേ പേരാണ് പറഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് നമുക്കൊരു വണ്ടി വിളിക്കാം. ഒരു പവർ വിട്ടൊരു വണ്ടി വിളിക്കാം സുഹൃത്തുക്കളെ. 2000 അടിച്ചിട്ട് 2 അടിച്ച് റോൾസ് റോയ്സ് എന്നിട്ട് അതുകൊണ്ട് ഇടിച്ച് പൊളന്ന് കൊടുക്കാം. വണ്ടി ശരിയാവും. ഇതിൻ്റെ മറ്റേ ടെസ്റ്റും കൂടെ നോക്കണം. മൂരാനില്ല വണ്ടി. ഒന്ന് വണ്ടി തോന്നി ഗൈസ്. പക്ഷേ ഫോർച്യൂണറാണ് കേട്ടോ വിജയിച്ച. വണ്ടിയിലെ ഞാനൊരു കാര്യം പറയാം, വണ്ടിയിലെ 4 ഡോറിലല്ലേ ഉണ്ട്. അല്ല നമുക്ക് അടിക്കാൻ പറ്റും. അവിടെ വരും നാണ്ടാ ഡോറിനെ കളിക്കണം. ഓക്കെ, നമുക്കിത് വെച്ച് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഇരിക്കണമല്ല, അതിനെ ഇടിച്ച് പൊളക്കാൻ പറ്റുമെന്ന് നോക്കാം. ഏത് വണ്ടിയെ? എൻ്റെ വണ്ടിയിൽ ഡിക്കിച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും. എനിക്ക് വണ്ടിയിൽ 2 ഡോറ് പോയില്ലെന്നൊരു പക്ഷേ മറ്റേ ഡോർ ഊറിപ്പോയില്ല. എന്നാലും ആ വണ്ടിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇതും കൂടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കലാണ്. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ വണ്ടി ഏകദേശം സെറ്റാണ്. ഫോർച്യൂണറിന് കുഴപ്പമില്ല. വണ്ടി സെറ്റാണ്. ഈ ശിവ അതിൻ്റെ മണ്ടയ്ക്ക് ഇടിച്ച് കയറിയാ.
എന്നാൽ അവനെ കൊണ്ട് നാളിടിച്ച് പൊളപ്പിച്ച് തന്നത് പൊളക്കട്ടെ. ഡിഫൻഡർ അതോ പോണ്ടാ വണ്ടിയിലെ കെട്ടുമ്പോണ്ടോളായി. ഓഫ് എൻ്റെ നമ്മളെ വണ്ടീനെ കറക്കി എടുത്ത് കൊണ്ടിട്ടൊക്കെയാണ്. ഇത്ര ഫോർച്യൂണർ മഹേന്ദ്ര താറ അത്രക്ക ഇവനെ നമുക്ക് ഇടിച്ച് പൊളക്കാൻ ഇതും കൂടെ വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമില്ല. താറത്ര ബിൽഡ് ക്വാളിറ്റി ഞാൻ വിചാരിച്ചോണ്ടില്ല. സോറി ഡ്രിഫ്റ്റ് അടിക്കാം. ഇത് മറ്റേ ലെജൻഡറി എത്തിപ്പോളി ഉണ്ടെന്ന് തോന്നുന്നു. ഫോർച്യൂണറിനെക്കാളും പറ്റിയ വണ്ടി ഇവനാണ്. പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ റാമ്പ് ചാടിച്ച് നോക്കാം. റാമ്പ് ചാടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഈ വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് ക്രാഷ് മറ്റേ RPG ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഫുൾ സ്പീഡ് വരുന്നു. ഫുൾ സ്പീഡാണ്. നമ്മൾ 4th ഗിയറിലാണ് പോണത്. വണ്ടി ഇപ്പൊ ഇടിച്ച് പൊളന്ന് വീഴപ്പോ നോക്കോ. വണ്ടി ആ പൊളന്ന് വീണിരിക്കുന്നു. ഒരു ഡോറും കൂടെ പോയിട്ടുണ്ട്. ഒരു ഡോറ് അയ്യോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി പൊട്ടോ ഇല്ലെന്ന് ടെസ്റ്റ് നോക്കാം. ഫോർച്യൂണർ ഇടിച്ച് പൊളക്കടാ. നീ പോടാ. അതെ ക്രാഷ് ടെസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് പൊളന്നുകൊണ്ട് പോവാം. നമുക്ക് വണ്ടി പൊളന്നുകൊണ്ട് പോയി ഇടിച്ച് പോളന്ന് വേസ്. വണ്ടിയുടെ ഡോറിൻ്റെ കുഴപ്പമില്ല. ഞാൻ ചെറിയ ക്രാഷ് ടെസ്റ്റാണെന്ന് നോക്കി. പക്ഷെ വണ്ടി പവർ തന്നെ ഒരു രക്ഷയില്ലാത്ത വണ്ടി. നമുക്ക് നമ്മളെ ഡിഫൻഡറില്ലേ ഡിഫൻഡറിനെ കൊണ്ടിട്ട് പോകുന്നത് സ്വിമ്മിംഗ് ഇറങ്ങല്ലോ. സ്പീഡിൽ കൊണ്ടുപോയിട്ട് വണ്ടിക്ക് ഒരു കുഴപ്പമോ സംഭവിച്ചില്ല. പക്ഷെ വണ്ടിയുടെ ഡോർ എത്ര ആയിപ്പോയി. ഓക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് RPG ടെസ്റ്റ് നോക്കാനുള്ള വണ്ടി എന്തൊക്കെ പോയി. വണ്ടിയിലെ എല്ലാ ഡോറും പോയി. 4 ഡോറ് ഒക്കെ ഡിക്കിക്കൊരു കുഴപ്പമില്ല. 3 ഡോറേ വണ്ടിക്ക് ഇനി ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പോയി. അപ്പോൾ നമുക്ക് ഇനി RPG ടെസ്റ്റ് നോക്കാം. വണ്ടി പൊട്ടൂല് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ നമുക്ക് RPG എടുത്ത് അടിച്ചു നോക്കാം. വണ്ടി പൊട്ടില്ലെന്ന് അപ്പം അറിയാം. ഇപ്പോൾ RPG എടുക്കുകയാണ്. 3, 2, 1. ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. നമ്മൾ വണ്ടി പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ പൊട്ടിക്കാം. വണ്ടി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. വണ്ടി നടക്കുന്നു നിന്ന് കത്തുണ്ട്. ഡിഫൻഡർ നമുക്ക് പൊളക്കിയായി. നല്ല വണ്ടി പോകും. ഇനിയും കൂടെ നിൽക്കണം. തിണ്ടാ പൊട്ട്. ഓക്കെ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമുക്ക് ഗണ്ണുമായിട്ട് ഒരു കുളിക്കാം. എന്തായാലും കുളിക്കില്ലേ. 3, 2, 1 ഓടി എന്നൊരു ചാട്ടം ചാടാൻ കുളിക്കാം. വീഡിയോസ് ആക്കി 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.